കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുഗന്ധിക്കിട്ട് അങ്ങനെ 8ന്റെ പണി കിട്ടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും രാജീവിനെ രക്ഷിക്കാനായിട്ട് അയ്യപ്പസ്വാമി ഒരുങ്ങുന്നുണ്ട്. അനുപമയുടെ കണ്ണീരിന്റെ ബലമായിട്ട് അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം അനുപമയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരുവിന്റെ കാഴ്ചശക്തിയും കൂടെ നഷ്ടപ്പെടുവാണ്. ഇത്രയും കാലം തമ്പുരുവിന് സംസാരശേഷി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ കാഴ്ചശക്തിയും കൂടെ ബ്രഹ്മരക്ഷസ് കവർന്നെടുക്കുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുഗന്ധിയാണെങ്കിൽ കിട്ടുന്ന അവസരം ഒക്കെ മുതലാക്കുകയാണ്. അവിടെ ആരൊക്കെ ആ മനയെ വന്നോ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് കിട്ടുന്നത്ര പണവും സ്വർണ്ണവും എല്ലാം അടിച്ചു മാറ്റുന്ന സ്വഭാവമായിരുന്നു. ഒരു പണി കൊടുക്കാൻ തന്നെ അയ്യപ്പസ്വാമി തീരുമാനിച്ചിരുന്നു. അയ്യപ്പസ്വാമി 2 വളകളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സുഗന്ധിക്ക്. അങ്ങനെ ആ വളകളൊക്കെ ഇട്ടോണ്ട് നടന്ന സുഗന്ധി എന്ത് ചെയ്യുവാണ്, നേരെ പോയി രാജുവിന്റെ ബാഗിനകത്തുനിന്ന് പണം എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പണം എടുക്കുന്ന സമയത്ത് സുഗന്ധിയുടെ കൈ അങ്ങോട്ട് പൊള്ളുവാണ്. പുറത്തേക്ക് കരഞ്ഞോണ്ട് ഓടുക സുഗന്ധി. പക്ഷെ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൈ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുക. ഈ സമയത്ത് ഗിരിദേവനും ബാവരും കൂടെ അങ്ങോട്ട് വരുന്നേ. എന്ത് പറ്റിയേച്ചി, എന്ത് പറ്റിയെന്ന് ബാവരി ചോദിക്കണം. എന്താണെന്നറിയില്ല, കൈ ഭയങ്കര പൊള്ളിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കാഴ്ച വന്നിട്ടുണ്ട്. മോളെ നീ ആ വളയെ അങ്ങോട്ട് ഊരിക്കളയാൻ പറയാണ്. വള ഊരാൻ പറ്റുന്നില്ല അച്ഛാ. അല്ല നിനക്ക് ഈ വളയെ എവിടുന്ന് കിട്ടിയതേ? അതെ ഈ ചെറുക്കൻ തന്നാന്ന് പറയണ അയ്യപ്പസ്വാമിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. ചേച്ചി ഇനിയിപ്പൊ കൈ കുടഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്താലോ, ഇനിയിപ്പൊ ചേച്ചിയുടെ കയ്യിലെ ആ പൊള്ളലും കൂടെ മാറും. പൊള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേദനിച്ചോണ്ടേ ഇരിക്കുവാണ്. കൈ പൊള്ളിക്കൊണ്ട് ഇങ്ങനെ വള ഇങ്ങനെ കിടക്കുക. അത് ഊരാൻ നോക്കിയിട്ട് ഊരാനൊന്നും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ചേച്ചിക്കിനെ രക്ഷപ്പെടണമെങ്കിൽ ചേച്ചി ഇത്രയും കാലം അടിച്ചു മാറ്റി ആ സ്വത്തും പണം എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അന്നെങ്കിൽ മാത്രം ചേച്ചിയുടെ ഈ പൊള്ളല് മാറുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും അത് മാറില്ല എന്ന് പറയണം. സുഗന്ധി ഓടി നടക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോ സുഗന്ധി താൻ അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്കും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതില് കുറെ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ അടിച്ചു മാറ്റിയത് തമ്പുരുവിന്റെ അച്ഛന്റെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ഉണ്ണിമോള് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്താ ഗിരിദേവ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും സുഗന്ധി ചേച്ചിക്ക് ഒരു ശിക്ഷ ലഭിക്കാത്തേന്ന്. അങ്ങനെ സുഗന്ധിക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ കിട്ടുകയാണ്. അവസാനം ആ കട്ടെടുത്തെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇനി ഒട്ട് കട്ടെടുക്കാൻ പോകാനും പറ്റില്ല. കാരണം അതിനകത്തേക്കാനും പോയി കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം ആ കൈ ഉപയോഗിച്ച് കട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അങ്ങോട്ട് കൈ പൊള്ളാനും തുടങ്ങും. അങ്ങനെ പിന്നീട് കാണിക്കുന്ന തമ്പുരുവിനെയായിരുന്നു. തമ്പുരു ആണെങ്കിൽ ആ പാടെ പേടിച്ചരണ്ട് ഒരു മുറിക്കകത്ത് പെട്ടുപോവാണ്. ആ പെട്ടുപോകുന്ന സമയത്ത് കഥയൊക്കെ താനെ അടഞ്ഞു പോവാ. അത് ബ്രഹ്മരക്ഷസിന്റെ ഒരു കളി തന്നെയായിരുന്നു. കാരണം 11 ദിവസമേ ഉള്ളൂ. 11 ദിവസമാണ് ഭജന ഇരിക്കട്ടെ. ഇനിയിപ്പം ബ്രഹ്മരക്ഷസ് വന്നിട്ട് 1 വർഷം ആവാറായി. 1 വർഷത്തിൽ ബ്രഹ്മരക്ഷസിന് തിരിച്ചു പോകണം. അതിനുള്ളിൽ തന്നെ പരമാവധി ശിക്ഷ തമ്പുരുവിന് കൊടുക്കണം. അപ്പൊ ആദ്യം സംസാരശേഷി പോയി. പിന്നീട് ഒരു മുറിക്കകത്തേക്ക് ബ്രഹ്മരക്ഷസ് അവളെ കൊണ്ടേലുവാണ്. അവള് പേടിച്ച് കിടന്ന് അലറി വിളിക്കുക. ഈ സമയത്ത് ഉണ്ണിമോള് പുറത്ത് വന്നിട്ട് ആ കഥകയിലൊക്കെ മുട്ടുന്നുണ്ട്. തുറക്ക് തമ്പുരു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ തമ്പുരുവിന് കഥ തുറക്കാൻ പോലും പറ്റുന്നില്ല. കിഴിദേവനും അവര് ഇത് കണ്ടിട്ട് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിമോളെ വെറുതെ ആ കഥയെ മുട്ടണ്ട കേട്ടോ. ആ കഥ തുറക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ആ കഥ പൂട്ടിയിരിക്കുന്ന ബ്രഹ്മരക്ഷസാണ്. ബ്രഹ്മരക്ഷസിന് വിചാരിക്കാതെ ആ കഥ തുറക്കാൻ പറ്റില്ലെന്ന് പറയാ. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, ബ്രഹ്മരക്ഷസ് തന്നെ തുറന്നു വിടണമെന്ന് പറയണം. അങ്ങനെ അകത്ത് പെട്ടുപോയ തമ്പുരു കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ കഥ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ബ്രഹ്മരക്ഷസ് പോയായിരുന്നു. പക്ഷെ അതോടുകൂടി ഒരു കാര്യം അങ്ങോട്ട് സംഭവിച്ചു. തമ്പുരിന്റെ കാഴ്ചശക്തി പോവാണ്. അത് മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയി കഴിയുമ്പോൾ മനെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തമ്പുരും ഉണ്ണിമോളും കൂടെ വന്ന് വിളക്കിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരു നോക്കിയപ്പോ തനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. തമ്പുരു അവിടുന്ന് ഒന്നുകൂടെ നോക്കി. ഒരു രക്ഷയില്ല. ഇത് ഉണ്ണിമോളോട് പറഞ്ഞു. പിന്നെ തമ്പുരു ഒറ്റ കരച്ചിലായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്ക് സഹിക്കാൻ പറ്റില്ല. ഗിരിദേവനും പാവരും ഒക്കെ വന്നു. ഗിരിദേവനും മനസ്സിലായി തമ്പുരിന്റെ കാഴ്ചശക്തിയും കൂടെ ബ്രഹ്മരക്ഷസ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതില്ല. കടുത്ത ശിക്ഷ തന്നെയാണ് തമ്പുരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തമ്പുരിനെ രക്ഷിക്കണമെങ്കിൽ ഇനിയിപ്പൊ കടുത്ത പ്രയോഗങ്ങൾ തന്നെ വേണ്ടി വരുമെന്ന് മനസ്സിലായി. പിന്നീട് തമ്പുരിനെ കാണാനായിട്ട് ആ മനയിലേക്ക് രഘുവും അതോടൊപ്പം തന്നെ രഘുവിന്റെ ഭാര്യ തമ്പുരുവിന്റെ അമ്മയും വരുന്നുണ്ട്. അങ്ങനെ അവര് വന്ന സമയത്ത് തമ്പുരു ഓടിച്ചെല്ലുവാണ്. പക്ഷെ തമ്പുരു ഓടിച്ചെന്ന് കഴിഞ്ഞാലും തമ്പുരിന്റെ കാഴ്ചശക്തി മങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് പൊട്ടിക്കരയുവാണ്. അപ്പൊ ഗിരിദേവൻ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാമ.
അധികം വൈകാതെ തന്നെ തമ്പുരന്റെ കാഴ്ചശക്തിയും സംസാരശേഷിയും തിരിച്ചു കിട്ടുമെന്ന് പറയണം. പക്ഷെങ്കിൽ രഘുവിന് അതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല. രഘു പറഞ്ഞു, ഞാൻ എന്റെ മോളെയും കൊണ്ട് പോകുക, എനിക്കിനി ഇവിടെ എന്റെ മോളെ നിർത്താൻ ഇഷ്ടമില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇപ്പൊ കൊണ്ടുപോകരുത്, ആ ഒരു ഭജനയുണ്ടല്ലോ അത് പൂർത്തിയാക്കണം, എങ്കിൽ മാത്രം അതും കൂടെ പ്രയോജനമുള്ളൂ പറയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് രഘു കൂട്ടാക്കില്ല. അവസാനം തമ്പുരിന്റെ അമ്മ പറഞ്ഞു, ഇത്രയും ദിവസം അവള് ഭജന ഇരുന്നാലേ അവള് ബാക്കിയും കൂടെ പൂർത്തിയാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഇത്രയും കാലം സംസാരശേഷി മാത്രമല്ലേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ആണെങ്കിൽ കണ്ണിന്റെ കാഴ്ചയും പോയി, ഇനി എന്താ സംഭവിക്കുന്ന അറിയാനും പാടില്ലോ. ഈ സമയത്ത് അനുപമയാണെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയുടെ അവിടെ ഇരിക്കുക. അങ്ങനെ അനുപമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൂടെ മുത്തശ്ശിയുണ്ട്. അപ്പം അനുപമ അവിടെ നിൽക്കുന്ന സമയത്ത് അനുപമയുടെ കഴുത്തിൽ നിന്ന് താലിമാല ഊരി പോയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ശകനമായിട്ട് തോന്നിയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, വലിയ ഏതോ ഒരു ആപത്തി പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, എന്തെങ്കിലും ഉടനെ സംഭവിക്കും, ഒരു പോംവഴിയേ ഉള്ളൂ, ആ താലിമാല ദേവിക്ക് സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളാൻ പറയാണ്. തന്റെ ഭർത്താവിനെ കാത്തോളണമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ്, നേരെ അനുപമ അങ്ങോട്ട് ദേവിയുടെ മുന്നിൽ പോയിട്ട് മനമുരുകി പ്രാർത്ഥിച്ച് കഴുത്തേ കിടക്കുന്ന താലിമാല ഊരി ദേവിക്ക് സമർപ്പിക്കുകയാണ്. എന്റെ രാജീവേട്ടനെ കാത്തോണേ, ഒരാപത്തും കൂടാതെ എനിക്ക് തിരിച്ചു തരണേ, ഞാൻ ദേവിക്ക് എന്റെ മാല സമർപ്പിക്കുക എന്നും പറഞ്ഞ് താലിമാല അങ്ങനെ മംഗല്യസൂത്രം അങ്ങനെ കൊടുക്കുവാണ്. പക്ഷെ ഇതാണ് ദേവിക്ക് എന്നെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. അനുപമയുടെ അത്ര കഠിനമായ പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ഗിരിദേവനും ലംബുവും ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ദേവിക്ക് പ്രണാമമൊക്കെ പറഞ്ഞതിന് ശേഷം ദേവി ഗിരിദേവനോടും ലംബുവിനോടായിട്ട് പറയണം, എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച ഭക്തയ്ക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം, അവർക്ക് അനുഗ്രഹം കൊടുക്കേണ്ടത് എന്റെ കടമയാണ്, എനിക്ക് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാന്ന് ഗിരിദേവനോട് പറയാണ്. അങ്ങനെ ഗിരിദേവൻ പറഞ്ഞു, അത് കുഴപ്പമില്ലമ്മേ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഗിരിദേവൻ വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് നേരെ മനയിലേക്ക് തിരിച്ചു പോരുന്നുണ്ട്. തിരിച്ചു വന്ന സമയത്താണെങ്കിൽ രാജീവനാണെങ്കിൽ അകപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റില്ല, ഗുണ്ടകൾ അവിടെ തന്നെ തമ്പടിച്ചിരിക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അമ്മമാരിനി ഓരോ മുറികളൊക്കെ കയറി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിടിക്കൂന്ന് അറിയാം. അപ്പൊ എന്താ ഒരു മാർഗം, എന്തേലും ഒന്ന് കണ്ടെത്തിയാൽ മതിയാകുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത്. ഗിരിദേവൻ നേരെ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗുണ്ടകളുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട്, അല്ല മാമാരെ, നിങ്ങൾ ആരും അന്വേഷിച്ച് വന്നാന്ന് തോന്നേ, ആരെ അന്വേഷിച്ച് വന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുത്തനെ അന്വേഷിച്ച് വന്നാ, ഇതുവരെയായിട്ട് അവനെ കണ്ടു കിട്ടിയിട്ടില്ലെന്ന് പറയണം. അതെ, ഓരോ മുറികളിലൊക്കെ കയറി നോക്ക്, ഇനിയിപ്പൊ നിങ്ങൾ എന്തേലും അന്വേഷിച്ച് വന്ന സാധനം ഇവിടെ എന്തേലും ഉണ്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന്മാര് മുറികളൊക്കെ കയറി നോക്കുകയാണ്. ഈ സമയത്ത് ആ രാജീവിന് ആ മുറിയിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രാജുവിന്റെ മുറി കയറി ഇനിയിപ്പോ ആ ബായി ഇരിക്കുന്നുണ്ട്. ബായിക്ക് നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ അതിനകത്ത് പണമൊക്കെ എല്ലാം ഇരിക്കുന്നുണ്ട്. അവന്മാർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവന്മാർ എന്ത് ചെയ്യുവാണ്, ആ പണം എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങാണ്. ഈ സമയത്ത് ഗിരിദേവൻ പറഞ്ഞു, അതെ ഇവിടെ വേറൊരു മുറിയും കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടേ കാണിച്ചു കൊടുക്കുന്ന തേവാരപ്പുരയായിരുന്നു ആ മുറിയാ. അതിങ്ങനെ തുറന്നു കാണിക്കുമ്പോ അതിനകത്ത് ഒരു വലിയ ഒരു നിധികുംഭം തന്നെയാണ് ഇരിക്കുന്നത്, കുറെ സ്വർണങ്ങളും എല്ലാം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരുടെ കണ്ണങ്ങും മഞ്ഞളിച്ചു. അവന്മാരെന്ത് ചെയ്യുക, അതെടുക്കാനായിട്ട് അങ്ങോട്ട് കയറുവാണ്. അതെടുക്കാൻ കയറി കഴിയുമ്പത്തേനും ബ്രഹ്മരക്ഷസ് വെറുതെ വിടുവോ, ബ്രഹ്മരക്ഷസ് കാവിൽ നിൽക്കുന്ന നിധിയല്ലേ അത്. പിന്നെ അവന്മാർക്ക് പൊടി പൂരമായിരുന്നു. അവന്മാരങ്ങനെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അങ്ങനെ രാജീവിനെ അവിടെ നിന്ന് അയ്യപ്പസ്വാമി രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ പിന്നീട് ഗിരിദേവൻ തമ്പുരനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തമ്പുരൻ ബ്രഹ്മരക്ഷസിനെ പതുക്കെ നയത്തില് തന്ത്രത്തിൽ വേണം വീഴ്ത്താനായിട്ട്, അല്ലാതെ ഒരു കാരണവശാലും എതിർത്ത് നിന്ന് ഒന്നും നേടാൻ കഴിയില്ല. എതിർത്ത് നിന്ന് നേടാൻ കഴിയും, പക്ഷെ ഗിരിദേവൻ അതിനോട് താല്പര്യമില്ലായിരുന്നു. തമ്പുരന്റെ സംസാരശേഷിയും അതോടൊപ്പം കാഴ്ചശക്തിയും തിരിച്ചു കിട്ടണം, അതിനു വേണ്ടിയിട്ട് ഉണ്ണിമോളെ നിയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിമോളെ കൊണ്ട് തമ്പുരന്റെ കാഴ്ചശക്തി സംസാരശേഷിയൊക്കെ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തി എടുക്കാനായിട്ട് അയ്യപ്പസ്വാമി ശ്രമിക്കുന്നൊക്കെയുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് അവസാനം അങ്ങനെ തമ്പുരുവിന്റെ കാഴ്ചശക്തിയൊക്കെ കിട്ടുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.